എന്തൊക്കെ കാണണം. അവിടുത്തെ പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? എന്നാ കുടിക്ക്. ഇക്കാടെ ചായ ഫേമസാ. ഉയരം കൂടും തോറും സ്വാദ് കൂടുന്ന ചായ. ഞമ്മളെ പച്ച കൂടും തോറും ഞമ്മളെ പ്രാന്തും കൂടും. പഴയ 450 ഉറുപ്പ്യ പച്ച തീർത്തിട്ട് മതി അടുത്ത പറ്റിക്കല്. രാവിലെ തുടങ്ങിയതാണല്ലോ, ഒരു ചായ ഒക്കെ കുടിച്ചൂടെ? ചായ വേണ്ട, സ്റ്റാർട്ടിങ്ങിലാ ഉള്ളത്. ചാച്ചിങ്ങിന് പറ്റിയ പ്രായവും. ഹലോ, എടാ പൊട്ട, പാർട്ടി കോൺഗ്രസ് ചേർന്നു എന്നല്ല, പാർട്ടി കോൺഗ്രസ് ചേർന്നു അങ്ങ് നോർത്തിൽ വെച്ച്. നിന്നൊക്കെ ആരാടാ രാഷ്ട്രീയത്തിലെടുത്തേ? പിന്നെ ഞാനൊന്ന് ഡൽഹി വരെ പോവുക. ഇപ്പൊ എയർപോർട്ടിലാ. വന്നിട്ട് വിളിക്കാം. ഓക്കെ, വെച്ചോ. എയർപോർട്ടിന് സ്വസ്ഥരില്ലെന്ന് വെച്ചാൽ ക്ലീൻ സിറ്റി ആണത്ര, ക്ലീൻ സിറ്റി. ഇക്ക, ഓ ആഹാ, ഇക്ക മരിച്ചു. ഇനി ആ ചായ കിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നല്ലോ. ഞാനല്ല മരിച്ചേ, ഞാൻ മരിക്കാൻ പോണുള്ളൂന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ട് കണ്ടിഞ്ഞോ, ഫോട്ടോ സഹിതം. 3K ലൈക്കാ കിട്ടിയത്. അള്ളാണ്. അതടിപൊളിയാണല്ലോ. അടിപൊളിയാ. ചത്താലെന്താ വൈറലായില്ലേ? വൈറലാകാൻ വേണ്ടി ചാവാൻ നടക്കുക ഓരോരുത്തര്. അത് കറക്റ്റാ. അത് ശരിയാ. അവിടെ എന്താ സംഭവം? ഒരു സ്ത്രീ നിന്ന് കരയാ, അവരെ കുട്ടിയെ കാണാനില്ലെന്ന്. അയ്യോ. അതെ, ഓട്ടോറിക്ഷക്കാരൻ കുട്ടീനെ ഇവിടെ ഇറക്കിയിട്ടാണ് പോവല്. ഇന്ന് ഇതുവരെ ആയിട്ട് എത്തിയിട്ടില്ല. ആണോ? അവരേതാ? വളയനാടുള്ളതാ. കെട്ടിയോനാണെങ്കിൽ ഗൾഫിലും. പാവം. കെട്ടിയോനെവിടെ? ഗൾഫില്. തന്നെ? ഗൾഫിൽ? കെട്ടിയോൻ ഗൾഫിൽ. ഈ വല്ലാതെ ഞമ്മണ്ടണ്ട. ഗ്ലാസ് ഇവിടെ കുറവാ. പൊട്ടിയാണെങ്കിൽ 5 അടുത്ത് തന്നെ പൈസ ഞമ്മള് വാങ്ങും. ഏടുന്ന് ഇതിപ്പോ സ്ഥിരമായല്ലോ പിള്ളേരെ പീഡിപ്പിക്കല്. എന്തായാലും എന്താ, ഇക്കാക്ക് കോളായില്ലേ? ഇവിടെ എങ്ങനെ തിരക്ക് വന്നാല് തലേ ദിവസത്തെ വളിച്ച വടയൊക്കെ വിറ്റുപോയില്ലേ? ഇവിടെ നോക്കി ചിരിക്കേ, ഒരു ജൽദി എടുക്കുക. വരെ നിങ്ങളെ പിടിച്ചു. സ്റ്റേഷനിൽ വിളിച്ചായിരുന്നു. നമ്പർ എന്റെ കയ്യിലില്ല. ഒരു കസിനെ വിളിച്ചിട്ട് അവൾ എടുക്കുന്നുമില്ല. കുട്ടിയെ കൊണ്ടുവരുന്ന ആ ഓട്ടോക്കാരനെ വിളിച്ചിരുന്നു. വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്നുകൂടി ഇത് ട്രൈ ചെയ്യൂ. നടക്കാവ് CI സന്തോഷ് ഞാൻ വിളിക്കട്ടെ. ഹലോ, CI സന്തോഷ് അല്ലേ? ഞാൻ സുബീഷാ. ഓക്കെ മതി. സന്തോഷം എന്തോ ഒരു മീറ്റിംഗിലാ.
നമ്മുടെ സ്വന്തം പാർട്ടിയാ. ദേ ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കും. തള്ളക്കായിരിക്കും. ഒന്നുകൂടി പേടിക്കണ്ട, ഞാനില്ലേ. മൂപ്പരുണ്ടാവും. എന്താട്ടാ അവിടെ? അതെ, ഇവിടെ ഒരു പെൺകുട്ടിയെ കാണാനില്ല. അത്രേ ഉള്ളൂ. എടാ കണ്ണാ, സോഡ ഞാൻ വാങ്ങിക്കണത് അവിടെ ഉണ്ടോ? ശരി ശരി. ചേച്ചി, എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം കേട്ടോ. അയ്യടാ പേടിക്കണ്ട കേട്ടോ, ഞാനുണ്ട്. ചേച്ചി കരയുന്ന ക്ലോസ് നീ എടുത്തായിരുന്നു. യെസ് ബ്രോ. ഒരമ്മയ്ക്കും ഈ ഗതി വരാതിരിക്കും. ടൈറ്റിൽ എങ്ങനെയുണ്ട്? നിനക്കുമില്ലേ അമ്മ? ഒന്ന് ഷെയർ ചെയ്യടാ. എങ്ങനെയുണ്ട്? വൈറലാവും. ആ ചേച്ചിയുടെ നമ്പർ വാങ്ങിക്കാൻ പറ്റും. ഫോട്ടോ കിട്ടിയില്ലടാ, അത് മതി. ഏതാടാ നീ? നീ പിള്ളാരെ പീഡിപ്പിക്കില്ലടാ. നീ മിണ്ടരുത്, നിന്നെ മിണ്ടാൻ ഞാൻ സമ്മതിക്കില്ലടാ. തെമ്മാടത്തിനെ കാണിക്കുന്നോടാ. ഇവിടെ വാടാ. നിനക്ക് നീതി കിട്ടാൻ ഞങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ലൈറ്റ് ബ്ലൂ ആക്കണ്ടേ? അതിനാദ്യം നീ ചാകണോടാ. ചേട്ടാ ഞാനൊന്ന് കൊടുക്കട്ടെ? ആയിക്കോട്ടെ. ഇങ്ങോട്ട് വാടാ കൊള്ളപ്പന്നി. നിന്നെ മോനെ നിന്നെ കൊന്ന് കൊല വിളിക്കടാ ഞാൻ. നീയൊക്കെ എന്താ പോലീസ് കളിക്കാണോടാ? സാറേ, ഇവൻ പിള്ളേർ പിടുത്തക്കാരനാ. ഓഹോ, രമേശേ, സതീഷേ, ഇയാൾക്ക് ആ യൂണിഫോം ഊരി കൊടുത്തേക്ക്. എല്ലാം സാറ് നോക്കിക്കോളൂ. സാറേ, ഇവനെ കുട്ടി തട്ടിക്കൊണ്ടു പോയിരുന്നു. ഈ യൂണിഫോമേ എന്റെ ദേഹത്ത് അലക്കിയിട്ട് ഉണങ്ങാൻ വിരിച്ചിരിക്കുകയല്ല, ഞാൻ നോക്കിക്കോളാം. നീ കൂടെ മാറിക്കടാ. ഇവനെ തന്നെ നിനക്ക് ആരാടാ ലൈസൻസ് എന്ന്? എന്താ സംഭവം? നീ ജീപ്പ് പോയിരടാ. നാളെ അടിയുടെ കൊതി തീർന്നിട്ടൊക്കെ വീട്ടിൽ പോവാം. എന്താ കഥ? സർ, നാളെ മോളുടെ ബർത്ത്ഡേ ആണ്. ഇന്ന് ഗിഫ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. മോളെ പിക്ക് ചെയ്യാൻ ഞാൻ ചെല്ലുന്നു ഓട്ടോക്കാരനോട് പറഞ്ഞിരുന്നു. ഞാൻ ലേറ്റ് ആയിപ്പോയി. സ്കൂളിൽ ചെന്നപ്പോ മോളെ കണ്ടില്ല. ഇവിടെ വന്നപ്പോ ഇവിടെയും കണ്ടില്ല. അപ്പൊ ഇയാളോ? ഇയാളെ എനിക്കറിയില്ല. മോള് പറ, എന്താ പറ്റിയേ? ഇന്ന് ഞാൻ സ്കൂൾ വിട്ട് വന്നപ്പോ ഓട്ടോ മാമനെ ആരും അവിടെ കണ്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പോ ഒരു മാമൻ വന്ന് പോകാമെന്ന് പറഞ്ഞ് എന്റെ കൈ കയറി പിടിച്ചു. അയാളെ മോക്കറിയോ? ഇല്ല. ഞാൻ അപ്പോ ഓടി ഐസ്ക്രീം കടയുടെ അടുത്ത് വന്ന് നിന്നു. അപ്പോ ഈ മാമ എന്നോട് എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോണമെന്ന്. അപ്പോ ഈ മാമൻ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാമെന്ന്. ഈ മാമൻ പാവമാ. ഇതിന്റെ ഒക്കെ തലച്ചോറ് പോലും നിനക്കൊക്കെ ഇല്ലാതെ പോയല്ലോ.
ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോ, ഞാൻ കൊണ്ടുപോകണോ? വേണ്ട സാറേ, ഞങ്ങളെ പോലുള്ളവർക്ക് ഇത് പതിവാ. എന്ത് നല്ല ചെയ്താലും അവസാനം ആട്ടും തുപ്പും മാത്രം. ദേഹത്തെ മുറിവൊന്നും സാറിയില്ല, ഈ ചങ്ക് പൊട്ടുന്ന സാറേ സഹിക്കാൻ പറ്റാത്തത്. നിങ്ങളുടെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം വേണം. എത്ര കേസുകളാ ദിവസവും നിങ്ങൾക്കറിയോ? ഒന്നുകിൽ കുട്ടികളെ പാരന്റ്സ് പിക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്ഥിരമായി മറ്റാരെങ്കിലും ഏൽപ്പിക്കുക. ഇത് തോന്നിയ പോലെ. നിങ്ങൾക്ക് പരാതിയൊന്നുമില്ലല്ലോ? നോ സർ. ശരി ശരി, എല്ലാവരും പോ. ഇതിനെ കണ്ടപ്പോ എന്റെ ചേച്ചിയോട് ചിന്നുവിനാ എനിക്ക് ഓർമ്മ വന്നതേ. അതാ ഞാൻ രക്ഷിക്കാൻ നോക്കിയത്. അവക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. മോള് പറഞ്ഞിട്ടാ ചായ വാങ്ങിച്ചതേ, അതൊക്കെ കൊടുക്കാനും പറ്റിയില്ല. ഞങ്ങളൊക്കെ പാവങ്ങളാണ് ചേച്ചി, പിള്ളേരെപ്പെടുത്തക്കാരല്ല. കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷെ ഞങ്ങളൊക്കെ മനസ്സിന് ഒടുക്കത്തെ ഗ്ലാമറാണ് ചേച്ചി.